welcome back to my channel. So ഇന്നത്തെ വീഡിയോ വരുന്നത് ആമസോൺ ബ്യൂട്ടി ഹോൾ ആണ്. സോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം ലിങ്ക് ഒക്കെ താഴെ കൊടുത്തിട്ടുണ്ട്, സൈഡിൽ ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ ഇന്നത്തെ ഹോളിലെ ചില ഐറ്റംസ് റീപർച്ചേസ് ആണ്. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് വരുന്നത് ഈ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ ആട്ടോ. ഇത് കളർ ബാറിൻ്റെ ആണ്. ഞാൻ മുന്നേ ഇത് പർച്ചേസ് ചെയ്താട്ടോ. ഞാനത് കുറച്ചോട്ട് യൂസ് ചെയ്തു, പിന്നെ ഞാനത് കളഞ്ഞു കേട്ടോ. കാരണം കുറേ കാലം നമ്മൾ ഈ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്യില്ല. പിന്നെ എപ്പോൾ ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വെള്ളത്തിൽ നനച്ചെടുത്തിട്ട് വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ നല്ല സോഫ്റ്റ് ആവും കേട്ടോ. പിന്നെ കുറച്ചുകൂടി ഇത് വലുതാവും, നല്ല സോഫ്റ്റ് ആവും, ബ്ലെൻഡ് ചെയ്യാനൊക്കെ നല്ല എളുപ്പമാണ് കേട്ടോ. സോ ഞാൻ പുതിയ ഒരെണ്ണം കൂടി പർച്ചേസ് ചെയ്ത് വെച്ചതാണ്. ആൻഡ് ഞാനത് പർച്ചേസ് ചെയ്തത് 149 റുപ്പീസിനാട്ടോ. നെക്സ്റ്റ് വരുന്നത് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഡോവിൻ്റെ ഈ ഒരു സ്പ്രേ ആണ്. എനിക്ക് ഡോവിൻ്റെ സോപ്പിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഡോവിൻ്റെ സോപ്പ് എപ്പോഴും പർച്ചേസ് ചെയ്യാറുള്ളത്, എൻ്റെ ഒരു ഫേവറേറ്റ് ആട്ടോ. അപ്പോൾ ഞാൻ അവിടെ സ്പ്രേയും കൂടെ പർച്ചേസ് ചെയ്തു. ഞാൻ ഇത് കുറേ മുന്നേ പർച്ചേസ് ചെയ്താട്ടോ ഡോവിൻ്റെ സ്പ്രേ. ഇതിൽ 1/4 മോയ്സ്ചറൈസിങ് ക്രീം ഉണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ വേറെ പല വേരിയൻസും അവൈലബിൾ ആട്ടോ. ഇത് ഒറിജിനൽ എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. പിന്നെ ഇതിൻ്റെ കോക്കനട്ട് ആൻഡ് ജാസ്മിൻ, കുക്കുംബർ ആൻഡ് ഗ്രീൻ ടീ, അങ്ങനെ വേറെ കുറേ വേരിയൻസ് അവൈലബിൾ ആട്ടോ. ആൻഡ് ഞാനത് പർച്ചേസ് ചെയ്തത് 202 റുപ്പീസിനാണ്. അടുത്ത ഞാൻ ആദ്യമായിട്ട് പർച്ചേസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് മേബ്ലിൻ ഫിറ്റ്മിയുടെ ഈ ഒരു പ്രൈമർ. സോ ഈ ഒരു പ്രൈമർ ഡ്യൂയി ഫിനിഷ് തരുന്ന ഒരു പ്രൈമറാട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. എൻ്റെ സ്കിന്നെന്ന് വെച്ചാൽ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള സ്കിന്നാട്ടോ. അപ്പോൾ ഈ ഒരു പ്രൈമർ എനിക്ക് അടിപൊളിയായിട്ട് വർക്ക് ആവുന്നുണ്ട്. നമ്മൾ ഈ ഒരു പ്രൈമർ ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ മേലെ ഫൗണ്ടേഷൻ എല്ലാം വെച്ച് സെറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഉള്ളിലത്തെ ആ ഒരു ഗ്ലോ വരുന്നുണ്ട് പുറത്തേക്ക്. ഇങ്ങനെ ഭയങ്കര ഡ്രൈ, അങ്ങനെ മാറ്റായിട്ടല്ല നിൽക്കുന്നത്, ഒരു ഗ്ലോ വരുന്നുണ്ട് കേട്ടോ ഫേസിന്. ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അടിപൊളിയായിട്ടുള്ള പ്രോഡക്റ്റാട്ടോ. ആൻഡ് ഇതിൻ്റെ മാറ്റ് ഫിനിഷും അവൈലബിൾ ആട്ടോ. അത് വേറെ ലിങ്കിലാണ്. എൻ്റെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ടാണ് ഞാൻ ഡ്യൂയി ഫിനിഷ് പർച്ചേസ് ചെയ്തത്. പിന്നെ എനിക്ക് ഡ്യൂയി ലുക്കാട്ടോ എപ്പോഴും ഇഷ്ടം. ആൻഡ് ഞാനത് പർച്ചേസ് ചെയ്തത് 433 റുപ്പീസിനാണ്. പിന്നെ ഇത് 30 ml ഓഫ് പ്രോഡക്റ്റ് ആട്ടോ. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ടെക്സ്ചർ ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനെ കേട്ടോ വരുന്നത്. പിന്നെ നല്ല ഈസിലി ബ്ലെൻഡബിൾ ആയിട്ടുള്ള പ്രൈമറും കൂടി ആട്ടോ അത്. പിന്നെ ഇപ്രാവശ്യം ഞാൻ കുറച്ച് ബ്യൂട്ടി പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്തപ്പോൾ അതിൻ്റെ കൂടെ എനിക്ക് ഫ്രീ ആയി കിട്ടിയതാട്ടോ ഈ ബയോട്ടിക്കിൻ്റെ ഷാംപൂ. അത് യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. ഇത് ആൻറ്റി ഹെയർ ഫോൾ ഷാംപൂ ആണ്. എനിക്ക് ബയോട്ടിക്കിൻ്റെ പ്രൊഡക്ട്സിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ കുത്തുന്ന ഒരു സ്മെല്ലൊന്നും അല്ല കേട്ടോ. എൻ്റെ ഒരു ടേസ്റ്റിനെ പറ്റിയിട്ടുള്ള ഒരു ടൈപ്പ് സ്മെല്ലാണ് അവിടെ പ്രൊഡക്ട്സിനൊക്കെ വരുന്നത്. അടുത്തത് ഇബയുടെ ഐലൈനർ ആണ്. ഞാനിത് 3-4 വട്ടം പർച്ചേസ് ചെയ്തിട്ടുണ്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇബയുടെ ഐലൈനർ. ഇതാണെങ്കിൽ കുറേ നേരം ലാസ്റ്റ് ചെയ്യും. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. ബ്ലാക്ക് ഷെയ്ഡാണ് ഞാൻ പർച്ചേസ് ചെയ്തത്, ഇബ ലോങ് സ്റ്റേ ലിക്വിഡ് ഐലൈനർ. ആൻഡ് ഞാനത് പർച്ചേസ് ചെയ്ത് 206 റുപ്പീസിനാണ്. 6.5 ml ഓഫ് പ്രോഡക്റ്റ് ആട്ടോ. പിന്നെ ഇതിൻ്റെ ഈ ഒരു ആപ്ലിക്കേറ്ററും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഇങ്ങനെ ചില ആപ്ലിക്കേറ്റർ ഉണ്ടാവില്ല, ഇവിടെ ഭയങ്കര കട്ടിയിലിരിക്കും. ഇതെന്ന് വെച്ചാൽ ഇങ്ങനെ ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആപ്ലിക്കേറ്റർ ആട്ടോ. പിന്നെ അത്യാവശ്യം ലോങ് അല്ലേ, അതുകൊണ്ട് എനിക്ക് എഴുതാൻ നല്ല വശം കിട്ടും കേട്ടോ. നല്ല ബ്ലാക്ക് ഷെയ്ഡാണ്. ഇത് 6.5 ml ഓഫ് പ്രോഡക്റ്റ് ആണ്. പിന്നെ ഇതിൻ്റെ വേറെ 3 ഷെയ്ഡ്സും കൂടി അവൈലബിൾ ആണ്. വാട്ടർ പ്രൂഫ്, സ്മച്ച് പ്രൂഫ് ആയിട്ടുള്ള ഐലൈനർ ആട്ടോ. ആൻഡ് ഞാനത് പർച്ചേസ് ചെയ്ത് 217 റുപ്പീസിനാണ്. 217. അടുത്ത റീപർച്ചേസ് ആണ് ഷുഗർ പോപ്പിൻ്റെ ഐലൈനർ ആട്ടോ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു ഐലൈനർ ആണ്. ഇത് അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഐലൈനർ ആണ്. നല്ല മാറ്റ് ഫിനിഷ് ചെയ്യുന്ന ഒരു ഐലൈനർ ആണിത്. ഈ ഒരു ആപ്ലിക്കേറ്റർ നല്ല ഫ്ലെക്സിബിൾ ആണ്, പക്ഷെ കുറച്ചുകൂടി വോളിയം ഉണ്ട് കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ച ഐലൈനർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി വോളിയം ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഇവിടെ സ്വാച്ച് ചെയ്യാം. നെക്സ്റ്റ് വരുന്ന ഒരു ജെൽ ഐലൈനർ ആണ്. ഇത് ഷുഗർ കോസ്മെറ്റിക്സിൻ്റെ ജെൽ ലൈനർ ആട്ടോ. അപ്പോൾ ഇതിനാണെങ്കിൽ ഇങ്ങനെ ഇവിടെ ഒരു ബ്രഷ് വരുന്നുണ്ട്. പക്ഷെ എനിക്കാണെങ്കിൽ കുറച്ചുകൂടി തിന്നായിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്യാനാട്ടോ ഇഷ്ടം. അപ്പോൾ ഞാൻ വേഗയുടെ ഒരു ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. ഭയങ്കര തിന്നായിട്ടുള്ള ലൈനർ ബ്രഷ് ഉണ്ട്, അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. ഇതിനേക്കാളും എനിക്ക് കുറച്ചുകൂടി എഴുതാൻ എളുപ്പം അതാണ്. ജസ്റ്റ് സ്വാച്ച് ചെയ്യാം. ഇതാട്ടോ പ്രോഡക്റ്റ്.
ഞാനത് പർച്ചേസ് ചെയ്തത് 552 റുപ്പീസിനാണ്. പിന്നെ ഇതിൻ്റെ വേറെ ഷെയ്ഡ്സും അവൈലബിൾ ആട്ടോ. അപ്പോൾ ഇത് മാറ്റ് ആൻഡ് സ്മച്ച് പ്രൂഫ് ആയിട്ടുള്ള ഒരു ലൈനറാണ്. പിന്നെ നമ്മളിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ സ്മജ് ചെയ്താലേ ആവത്തുള്ളൂ. കുറച്ച് കഴിഞ്ഞിട്ട് സ്മജ് ചെയ്താൽ ആവത്തില്ല, ആ ഒരു സ്മജ്ഡ് ലുക്ക് കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ നമ്മളൊരു ലൈനർ വെച്ചിട്ട് സ്മജ്ഡ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വിചാരിക്കുന്നെങ്കിൽ അപ്പം തന്നെ സ്മജ് ചെയ്യണം കേട്ടോ. ആൻഡ് ഇതാണെങ്കിൽ നമ്മളിങ്ങനെ അധികം നേരം തുറന്ന് വെക്കില്ല കേട്ടോ. ഇങ്ങനത്തെ ജെൽ ലൈനർ പെട്ടെന്ന് കട്ടയാവും. അപ്പോൾ നമ്മൾ കുറേ നേരം ഇങ്ങനെ തുറന്ന് വെക്കില്ല. നല്ല ബ്ലാക്ക് ഷെയ്ഡാട്ടോ. നെക്സ്റ്റ് വരുന്നത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള പ്രൊഡക്റ്റാട്ടോ. കുറച്ച് മുന്നേ അത് വൈറലായിരുന്നു. കുറേ പേര് അത് യൂസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കേട്ടോ. ഫേ ബ്യൂട്ടിയുടെ ലിപ് വെബ് 2 ലിപ്സ്റ്റിക്കാണ് ഇപ്രാവശ്യം പർച്ചേസ് ചെയ്തത്. ഞാൻ ഇതിൻ്റെ വേറൊരു ഷെയ്ഡ് മുന്നേ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നല്ല കംഫർട്ടബിൾ ആയിരുന്നു കേട്ടോ ലിപ്സിൽ വെയർ ചെയ്യുമ്പോൾ. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഈ ഒരു ഉള്ളിൽ നിന്ന് പോകും കേട്ടോ. അപ്പോൾ നമ്മൾ റീഅപ്ലൈ ചെയ്താൽ മതി. നമ്മൾ റീഅപ്ലൈ ചെയ്യുമ്പോൾ ലിപ് ബാം ഇട്ടിട്ട് അതിൻ്റെ മേലെ വേണം ഇത് അപ്ലൈ ചെയ്യാൻ. പിന്നെ റീഅപ്ലൈ ചെയ്യാൻ നല്ല എളുപ്പമാണ് കേട്ടോ. ആൻഡ് ഞാൻ മുന്നേ പർച്ചേസ് ചെയ്ത സേഫ് വേർഡ് എന്ന് പറഞ്ഞ ഒരു ഷെയ്ഡാണ്. ഇപ്രാവശ്യം വേറെ 2 ഷെയ്ഡ് പർച്ചേസ് ചെയ്തു, നട്ട് ആൻഡ് റൈഡ്. അത് ഞാൻ നട്ട് എന്ന് പറഞ്ഞ ഷെയ്ഡ് സ്വാച്ച് ചെയ്യാൻ ഒരു ബ്രൗൺ ഷെയ്ഡാട്ടോ. ഇതിൻ്റെ ഫോമുല അടിപൊളിയാട്ടോ, സൂപ്പർ കംഫർട്ടബിൾ ആണ്. ലിപ്സ് ആണെങ്കിൽ അങ്ങനെ ഡ്രൈ ഒന്നും ആക്കത്തില്ല കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും ലിപ് ബാം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാറ്. സൂപ്പർ കംഫർട്ടബിൾ ആട്ടോ. പിന്നെ ഇവർക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഷെയ്ഡ്സ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ പാക്കേജിങ്ങും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്, ആപ്ലിക്കേറ്ററൊക്കെ ആണെങ്കിലും ഭയങ്കര ഇഷ്ടമായി. ആൻഡ് അടുത്ത ഷെയ്ഡ് വരുന്ന റൈഡ് എന്ന് പറഞ്ഞ ഷെയ്ഡാട്ടോ. സ്വാച്ച് ചെയ്യാം. ഈ 2 ഷെയ്ഡ്സ് എന്ന് വെച്ചാൽ മിക്ക സ്കിൻ ടോൺസിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഷെയ്ഡ്സ് ആട്ടോ. ഇതാണ് റൈഡ്. ഞാൻ മുന്നേ സേഫ് വേർഡ് എന്ന് പറഞ്ഞ ഒരു ഷെയ്ഡും കൂടെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഞാൻ ജസ്റ്റ് ഒന്ന് സ്വാച്ച് ചെയ്യാം. അപ്പോൾ 3ൻ്റെയും ഒരു ഐഡിയ കിട്ടുമല്ലോ, ഷെയ്ഡിൻ്റെ ഒരു ഐഡിയ കിട്ടുമല്ലോ, നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമല്ലോ. മറ്റേ 2 ഷെയ്ഡ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടി ലൈറ്റ് ആട്ടോ. ആൻഡ് ഇതിലാണെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് വൈറ്റമിൻ ഇ ആൻഡ് ചെറി കോഫി ഉണ്ടെന്ന്. ഞാനത് പർച്ചേസ് ചെയ്ത് 582 റുപ്പീസിനാണ്. പിന്നെ ഇതിൻ്റെ വേറെ കുറേ ഷെയ്ഡ്സ് അവൈലബിൾ ആട്ടോ. അപ്പോൾ നല്ല കംഫർട്ടബിൾ ആണ്. ലിപ്സ് അങ്ങനെ ഡ്രൈയിങ് ആക്കത്തില്ല. എൻ്റെ ആണെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ലിപ്സ് ആട്ടോ. പിന്നെ നമ്മൾ എപ്പോഴും ലിപ് ബാം യൂസ് ചെയ്തിട്ട് വേണം ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാൻ. അപ്പോൾ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഫോമുലയാണ്. നെക്സ്റ്റ് വരുന്ന ടിപ്സി ബ്യൂട്ടിയുടെ ഹൈലൈറ്റർ ആണ്. സിൽക്ക് കുഷ്യൻ കളക്ഷനിലുള്ള ഹൈലൈറ്റർ ആട്ടോ. ലിക്വിഡ് ഹൈലൈറ്റർ ആണ്. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ടിപ്സി ബ്യൂട്ടിയുടെ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പാക്കേജിങ് ഒക്കെ ആണെങ്കിൽ അടിപൊളിയാണ്. പിന്നെ കുറച്ച് റേറ്റ് ഉണ്ട് കേട്ടോ പ്രൊഡക്റ്റിന്. ഇങ്ങനെയാണ് പ്രൊഡക്റ്റ് വരുന്നത്. ഇതാണ് നമ്മുടെ ഹൈലൈറ്റർ. പാക്കേജിങ് ഒക്കെ അടിപൊളിയാണ്. ആൻഡ് ഈ ഒരു ഷെയ്ഡ് ആണെങ്കിൽ ഡയമണ്ട് ഫിസ് ആണ്. വേറെ ഷെയ്ഡ്സും അവൈലബിൾ ആട്ടോ. ജസ്റ്റ് സ്വാച്ച് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ആപ്ലിക്കേറ്റർ വരുന്നത്. ഇപ്പോൾ ഇത് ക്ലോസ്ഡ് ആണ്. ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്താൽ ഇവിടെ ഇങ്ങനെ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെ ഓപ്പൺ ആവും ഇവിടെ. അപ്പോൾ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ ഹൈലൈറ്റർ വരും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുഷ്യനാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് സ്വാച്ച് ചെയ്ത് കാണിച്ചിടാം. ഞാൻ കുറച്ച് കട്ടിയിൽ പ്രസ് ചെയ്തു, അപ്പോൾ കുറേ പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. സോ ഞാനത് പർച്ചേസ് ചെയ്ത് 1020 റുപ്പീസിനാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോൾ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ കാണിച്ച എല്ലാ പ്രൊഡക്ട്സിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. സോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സോ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ.